സഭയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ, അതിലേക്ക് തന്നെയായിരിക്കും സഭ കടക്കുക എന്നും മനസ്സിലാകുന്നു. സഭ ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു എതിർപ്പ് ഒരാൾക്കും ആ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് പുറത്ത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ ആരാണ് രാഹുൽ എന്ന് ചോദിച്ചത്. അപ്പം അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ആരും അവിടെ നിൽക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും കോൺഗ്രസ് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അനാവശ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ആ നിലപാടെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു മികച്ച തീരുമാനം എന്നുള്ളത് പറയിപ്പിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലും ഇതേ ചോദ്യങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയില്ല. എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതായിരുന്നു സൂചിപ്പിച്ചു വന്നിരുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സ്പീക്കറുടേതാണ്. MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് അത് സ്പീക്കർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് സ്പീക്കർ N ഷംസീർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിഷയം ഗൗരവമായി തന്നെ എടുക്കുന്നുണ്ട്, അത് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് ഈ വിഷയം കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ശ്രീ PDP ആചാരി അദ്ദേഹം പറഞ്ഞ അക്കാര്യം തന്നെയാണ് സ്പീക്കറും ആവർത്തിച്ചത്. അതായത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടാൽ സ്വാഭാവികമായും എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭയുടെ മുന്നിൽ വരും. അതിനുശേഷം സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. അതായത് ഇയാളെ ഇനി ഇവിടെ തുടരണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഒരു പ്രമേയമായി സഭയിൽ അത് അവതരിപ്പിക്കും. ആ പ്രമേയത്തെ കൂടുതൽ ആളുകൾ പിന്തുണച്ചാൽ അത് ആ പ്രമേയം പാസ്സാവും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം അങ്ങനെ റദ്ദാവും, അയോഗ്യനാകും എന്നതാണ് ഇതിന്റെ ഒരു നിയമപരമായ വശം. അതുകൊണ്ട് അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, ആ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോടും മാധ്യമങ്ങൾ ആരാഞ്ഞിരുന്നു. അദ്ദേഹവും പറഞ്ഞത് പ്രമേയം വരട്ടെ, അപ്പോൾ ആ പ്രമേയം പിന്തുണയ്ക്കുന്ന കാര്യം അപ്പോഴല്ലേ, അത് അപ്പോൾ പിന്തുണയ്ക്കാം എന്നാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു പ്രമേയം വന്നാൽ അതിനെ കോൺഗ്രസും പിന്തുണയ്ക്കുമെന്ന വിവരം കൂടി ഏതാണ്ട് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രമേയം വന്നാൽ അതിനെ പിന്തുണയ്ക്കാതിരിക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല. മാത്രവുമല്ല കോൺഗ്രസിനെ തന്നെ അത് കുരുക്കിലാക്കും. അല്ലെങ്കിൽ കാരണം നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്നതുപോലെ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA, ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ച് തുടർച്ചയായി ഇത്തരത്തിൽ ക്രൂരമായ ബലാത്സംഗ കേസിൽ ഉൾപ്പെടുന്ന തുടർച്ചയായ കേസുകൾ ഉണ്ടാവുന്നത്. നേരത്തെ ചില ലൈംഗിക ആരോപണങ്ങളൊക്കെ ചിലർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, ചില ബലാത്സംഗ ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ വരുന്നു. അതും ഒരു ലൈംഗിക രോഗിയെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ലൈംഗിക പീഡനത്തിന്റെ കഥകളാണ്, പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുലിനെ പിന്തുണയ്ക്കാൻ ആരും സഭയിൽ പിന്തുണയ്ക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്